ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പോകുന്നത് ട്രോൺ ഏരീസ് എന്ന് പറയുന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. ഈ ചിത്രം ട്രോൺ ലെഗസി എന്ന് പറയുന്ന സിനിമയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഈ ട്രോൺ സിനിമകൾ അല്ലെങ്കിൽ ആ ജോണറിൽ വരുന്ന ആ സീരീസിൽ വരുന്ന പടങ്ങൾ ഇന്ത്യയിൽ അത്ര ഫേമസോ ഫാൻ ഫോളോയിങ്ങോ ഒന്നും ഉള്ള സിനിമയല്ല. എന്നാൽ അമേരിക്കയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉള്ള പടമാണ് ഈ ട്രോൺ. അത് ഈ 1980s വന്നു വലിയ സൂപ്പർ ഹിറ്റായി. പിന്നീടാണ് ഇതിൻ്റെ ലെഗസി എന്ന് പറയുന്ന വർഷം വരുന്നത്. ഇപ്പോഴാണ് ഈ ട്രോൺ ഏരീസ് എന്ന് പറയുന്ന ചിത്രം വരുന്നത്. ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഐ പ്രോഗ്രാംസ് ഫ്യൂച്ചറിൽ പ്രോഗ്രാംസ് അവരുടേതായ ഒരു വേൾഡ് അവരുടെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്നും ക്യാരക്ടേഴ്സ് വെളിയിൽ വരികയും മാൻകൈൻഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ മാൻകൈൻഡ് അവർ വെളിയിൽ കൊണ്ടുവന്ന് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. പിന്നീട് ഈ ക്യാരക്ടേഴ്സിന് എമ്പതി അല്ലെങ്കിൽ ആങ്കർ പോലുള്ള ഇമോഷൻസ് വരുന്നു. അതെങ്ങനെ പ്ലേ ഔട്ട് ആകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്ലോട്ട് പോലെയൊക്കെയാണ്. എന്നാൽ കൂടിയും ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് പ്രസൻറ്റേഷനിൽ കൂടെ വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. പ്രസൻറ്റേഷൻ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു ടെക്നിക്കൽ പാർട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഇംഗ്ലീഷ് ചിത്രങ്ങളിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇതുപോലത്തൊരു ഇതിന് സമാനമായൊരു പ്രസൻറ്റേഷൻ വന്നത് റെഡി പ്ലെയർ വൺ എന്ന് പറയുന്ന സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഒരു സിനിമയിലാണ്. പക്ഷേ അതും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ ട്രോൺ എന്ന് പറയുന്ന സിനിമയുടെ ക്യാരക്ടേഴ്സ് ആ സിനിമയ്ക്കകത്തുള്ള എലമെൻറ്റ്സ് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് പ്രൊമൈസസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ് ഇത്. വലിയ സ്ക്രീനിൽ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റത്തിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ടെക്നോ പോപ്പ് മ്യൂസിക്കാണ്. പിന്നെ ഇതിൻ്റെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രൊമൈസസും അതിൻ്റെ ഒരു VFX എലമെൻറ്റ്സും ഒക്കെ വലിയ സ്ക്രീനിൽ കാണാനും ഒരു വലിയ വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു സിനിമയാണ്. പക്ഷേ എക്സ്ട്രീംലി ലൈറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള വിഷ്വൽസാണ്. അത് ഞാൻ അതെങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വേറൊരു എക്സാമ്പിൾ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ 80s പോയി കഴിഞ്ഞാൽ 80s ഒരു പോപ്പ് കൾച്ചർ ഉണ്ടല്ലോ. ആ സമയത്തൊക്കെ നിയോൺ ലൈറ്റ്സൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്ന സിനിമകളിലും സ്ട്രീറ്റ്സ് അല്ലാതെ ഒരു സൊസൈറ്റിയിൽ തന്നെ നിയോൺ ലൈറ്റ്സൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടൈമാണ്. അത്തരത്തിലുള്ള ലൈറ്റിങ്ങിൻ്റെ ഒരു 10 ഇരട്ടി ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ഈ ലൈറ്റൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് ലൈറ്റ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ സിനിമയ്ക്ക് തലവയ്ക്കരുത്. തലവേദന എടുത്ത് അവസാനം ഓടി തള്ളേണ്ടി വരും. അമ്മാതിരി ലൈറ്റാണ് ഈ പടത്തിന്. അതല്ല, കംപ്ലീറ്റ്ലി ഒരു ഒരു ടെക്നോളജി പോപ്പ് മൂവിയാണ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഐമാക്സിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണുക. അതിന് വെർത്തായിട്ടുള്ള സാധനമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ശരി, എല്ലാ കാര്യങ്ങളും. സ്റ്റോറി ലൈൻ ഒരു എന്താ പറയുക, ഒരു പഴയ കഥ തന്നെയാണ്. ഒന്ന് പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ല ഡീപ്പ് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ് പ്രൊമൈസസ് ആ VFX സീക്വൻസുകൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വിഷ്വൽ ട്രീറ്റാണ്. സാധാരണ ഇംഗ്ലീഷ് പടങ്ങളിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ ട്രോൺ സീരീസിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. ഈ ട്രോൺ സീരീസ് ആദ്യമേ അത്തരത്തിലുള്ളൊരു പ്രസൻറ്റേഷൻ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് വേറെ സിനിമകളിലൊന്നും അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം ഇല്ല. ഡിസ്നിയാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞു ഈ പടങ്ങളുടെ. ഇതിൻ്റെ ഡയറക്ടർ റോണിങ് ആണ്. പൈററ്റ്സ് ഓഫ് കരീബിയൻ ഒക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ പിന്നെ ജെഫ് ക്രോണാണ്. ഫൈറ്റ് ക്ലബ്ബ്, പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക്, ഗേൾ ഇൻ ദ ഡ്രാഗൺ ടാറ്റു അതുപോലുള്ള സിനിമകളിലേക്ക് സിനിമാറ്റോഗ്രാഫറാണ്. ആ ക്വാളിറ്റി ഈ പടത്തിൽ കാണാറുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഇതിൻ്റെ കളർ പാലറ്റ്, കളർ ഗ്രേഡിങ്ങും ഒക്കെ ഔട്ട് ഓഫ് ദ വേൾഡ് സാധനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാണാം. ഈ ചില സമയത്ത് നമ്മൾ കണ്ണും കാതും അടിച്ചു പോകുമെന്നുള്ളത് ഒരു സത്യമാണ്. എനിക്ക് ചില സമയത്ത് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇത്രയും ഈ ലൈറ്റും പിന്നെ സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതൊക്കെ കേട്ടിട്ട്. പക്ഷേ അതൊക്കെ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രോൺ പിന്നെ സീരീസിൻ്റെയൊക്കെ വലിയ ഫാനാണ് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. നിങ്ങൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആണല്ലോ ഞാൻ പറയുന്നത്. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.